ഹായ് ഷംലയാണ്. നമുക്ക് ഈ റമദാൻ മാസം വളരെ ഹെൽത്തി ആയിട്ട് കംപ്ലീറ്റ് ചെയ്താലോ? അതെ, നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ട്. ഷംല സിറാജാണ്. ഞാൻ 6 വർഷമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യാം. 6 വർഷം മുമ്പ് വരെ വളരെ അൺഹെൽത്തി കണ്ടീഷനിലായിരുന്നു. പക്ഷേ ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കാൻ തുടങ്ങി. ശരിയായ ഭക്ഷണ ക്രമീകരണവും വെള്ളവും അതുപോലെ തന്നെ ഫിറ്റ്നസ്സും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പം നമുക്ക് നോമ്പിൽ എങ്ങനെയാണ് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കാം. ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണെന്നറിയോ? നോ പറയേണ്ടടുത്ത് നോ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം. അതെ, നോ എന്ന് പറയേണ്ടത് ആരോടൊക്കെയാണ്? നോമ്പ് തുറന്ന ഉടനെ തന്നെ നമ്മൾ കഴിക്കുന്ന ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഫ്രൈ ഐറ്റംസ്, ഇതിനോടൊക്കെ നമ്മൾ നോ പറയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ റമദാൻ മാസം വളരെ ഹെൽത്തി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, അല്ലേ? അതെ, ഇത് മാത്രമാണോ? അല്ല, ഇതിലൂടെ നമുക്ക് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കറക്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ കഴിക്കുമ്പോൾ അധികം ആൾക്കാരും അത് കട്ട് ചെയ്ത് പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എമ്മി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്ത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാറ്. ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ വെള്ളവും ഈത്തപ്പഴമോ കാരക്കയോ കഴിച്ച് നോമ്പ് തുറക്കുക. ഫ്രഷ് ജ്യൂസേഴ്സ് മാത്രം കഴിക്കുക, അതായത് മധുരം ഒഴിവാക്കിയിട്ട് നല്ല ഫ്രഷ് ജ്യൂസേഴ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ഐറ്റംസ് കട്ട് ചെയ്ത് ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ചെറുതല്ല, വളരെ വലുതാണ്. ഭക്ഷണങ്ങളിൽ ധാരാളം വെജ് പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റി, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡും കൂടി ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് നല്ല ഇമ്പ്രൂവ് ആവും, സ്കിന്ന് നല്ല ഗ്ലോ ആവും, ടയേർഡ്നെസ് കുറയാനായിട്ടും സഹായിക്കും. അതിന് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്, അതെ, വാട്ടർ ഇൻടേക്ക്. പ്രോപ്പർ എമൗണ്ടിലുള്ള വാട്ടർ ഇൻടേക്ക് മസ്റ്റാണ് നമുക്ക്. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 20-25 കിലോനുള്ള ഒരു വ്യക്തി ഒരു ദിവസം 1 ലിറ്റർ വെള്ളമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം സിപ്പായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഒന്നിച്ച് കഴിക്കരുത്, അതുകൂടി ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും എനി ബേസ് എന്താവശ്യത്തിനും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി റമദാൻ.